പെസഹാരാത്രിയിൽ എൻ പൊൻതമ്പുരാ. വിശുദ്ധവാരത്തിലെ ഏറ്റവും സുപ്രധാനമായ 3 ദിവസങ്ങളിലേക്ക് ഇന്ന് സഭ പ്രവേശിക്കുകയാണ്. പെസഹ വേഴം. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അനുസ്മരിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 ദിവ്യകാരുണ്യ സ്ഥാപനം, 2 പൗരോഹിത്യ സ്ഥാപനം. ഇന്ന് യേശു ഇവിടെ പെസഹ ആചരിച്ചത് നടക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ഓർമ്മയാണ്. പണ്ട് നടന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വിമോചിക്കപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മയാണെങ്കിൽ, ഇന്ന് യേശു ഓർക്കുന്നത് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച കാൽവരി നെറുകയിൽ അവസാനത്തുള്ള രക്തവും ചിന്തി വിമോചനം നൽകിയതിൻ്റെ ഓർമ്മയാണ്. അവിടെ യേശുവിൻ്റെ വാക്കുകളൊക്കെ മാറുകയാണ്. യേശു പറഞ്ഞു, ഇതാ എൻ്റെ ശരീരം. പ്രിയമുള്ളവരെ, അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപനം. ഇതെൻ്റെ ശരീരമെന്നും ഇതെൻ്റെ രക്തമെന്നും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് ക്രിസ്തു പുതിയൊരു ഉടമ്പടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകി. ഇനി ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, പൗരോഹിത്യ സ്ഥാപനം. ക്രിസ്തുവിന് ഒരു കാര്യം നന്നായിട്ടറിയാം, ഇത് പരികർമ്മം ചെയ്യേണ്ടത് പൗരോഹിത്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. മോശ അഹ്റോനെയും പുത്രന്മാരെയും വിളിച്ച് അവരുടെ പാദങ്ങൾ കഴുകിയതായി നമ്മൾ വായിക്കാറുണ്ട്. കാരണം പൗരോഹിത്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഇനി നിങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അന്ന് മോശ ചെയ്യുമ്പോൾ അവരെ പുരോഹിതരായിട്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അതേ കണക്ക് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പൗരോഹിത്യത്തിൻ്റെ ഗണത്തിലേക്ക് ഉയർത്തി. ഈ 2 കൂദാശകൾ നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ 2 കൂദാശകളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അതിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും തിളങ്ങി വിളങ്ങി നിൽക്കും.